ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് നേടിത്തരുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ്. അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ മറ്റൊരു കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്തതും എന്നാൽ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിന്റെ കയ്യിലുള്ളതും ഇന്ന് ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ആശ്വാസം നൽകുന്നതുമായിട്ടുള്ള നല്ല ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. രാവിലെ തന്നെ പറയുന്നത് വൃത്തികേടെന്ന് വിചാരിക്കരുത്. പൈൽസ് CC, പൈൽസുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം ഏത് അസുഖം വന്നാലും ഡോക്ടറെ തോടുന്ന ജനങ്ങളാണ് നമ്മളെ നാട്ടിൽ. ഒരു ചെറിയ തലവേദന വന്ന ഡോക്ടറെ രക്ഷയില്ല, തലവേദന രക്ഷയില്ല, തല പൊങ്ങുന്നില്ല, കാണിക്കാൻ സുഖ, അങ്ങനെ എവിടെയും കാണിക്കാൻ സുഖ. എന്നാ ബാക്കിൽ വർക്ക് വന്നാല്, സൈലൻസറിന് വർക്ക് വന്നാല് അത് കുറച്ച് ബുദ്ധിമുട്ടാ. അപ്പോ ഇത് കൊണ്ടുപോയി കാണിക്കേണ്ടത് മുഖമല്ല, വയറല്ല, കയ്യും കാലും അല്ല, കമന്ന് കിടന്നു കൊടുക്കണം, ബേക്കിലാ കാണിച്ചു കൊടുക്കേണ്ടത്. അതാർക്കും അത്ര ഇഷ്ടമുള്ള പരിപാടിയൊന്നും അല്ല, ഗതി കെട്ടുകൊണ്ട് കാണിക്കുന്നതാ. അങ്ങനെ കാണിക്കേണ്ട സാഹചര്യത്തിൽ അതില്ലാതെയും എനിക്ക് സ്വന്തം നിലക്ക് ഇതിന് ക്ലിയർ ആക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് ക്യൂറിങ് കിട്ടുന്ന നല്ലൊരു പ്രൊഡക്റ്റ് എന്ന് മനസ്സിലാക്കി ഉപയോഗിക്കുന്ന ആൾക്ക് അതിന്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പൈൽസ് CC. ഞാൻ ഇന്ന് പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്, ഈ സാധനം ഒന്നും ഇപ്പൊ നമ്മളെ ഔട്ട്ലെറ്റിൽ ഇല്ല, അത്രയും ഡിമാൻഡായി. ഇറങ്ങിയത് മുഴുവൻ തീർന്നു, ഇറങ്ങുന്നത് അതിനേക്കാൾ മുമ്പ് തീരുന്നു. അത്രയും ഫാസ്റ്റ് റിസൾട്ടും അതേപോലെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പം പറയുന്നത് ഇത് കേട്ടിട്ട് നേരെ അവിടെ ഔട്ട്ലെറ്റ് പോയാൽ കിട്ടില്ല, അത്രയും ഡിമാൻഡാണ്. എങ്കിലും കുഴപ്പമില്ല, വരുന്ന സമയത്ത് മാക്സിമം വാങ്ങി വെച്ചോളണം. ഒന്ന് പൈൽസ് CC എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആണ്, ഹെർബൽ എക്സ്ട്രാക്ട് ആണ്, അതിന്റെ ടാബ്ലറ്റ് ആണ് പൈൽസ് CC ടാബ്ലറ്റ്. അതിനകത്ത് കുറെ എക്സ്ട്രാക്റ്റുകളാണ്, സത്തുകളാണുള്ള. ഹിരാബോൾ എന്ന് പറയുന്ന ഒരു ഗം, നമ്മളെ കുന്തിരിക്കെന്നൊക്കെ പറയും പോലെ തന്നെ ഒരു ഗമ്മാണ്. അതിനകത്തുള്ള എന്താ പറയുക, പശ, ഒരു മരത്തിന്റെ പശയാണ് ഹിരാബോൾ എന്ന് പറയുന്ന പശ, അത് അതിന് തടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചുവന്ന മന്ദാരം, കഞ്ചനാര, നമ്മള് തൈ ഹെൽത്തിനും അതേപോലെ തന്നെ വേറെന്തായിരുന്നു, PCODക്കുള്ള സൈക്ലോവെലൊക്കെ അതിനകത്ത് അതിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ മരമഞ്ഞൾ ശരീരത്തിലുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്യുന്നതാണ്. നെല്ലിക്ക, കടുക്ക, താനിക്ക. അപ്പൊ ഇത് കഴിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നെല്ലിക്ക, താനിക്കൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മളെ ഇമ്മ്യൂണോതെറാപ്പി കൊടുക്കണമെങ്കിൽ ദഹനം ഉൾപ്പെടെ ക്ലിയർ ആക്കുന്ന, അതേപോലെ തന്നെ ഇതിന്റെ മസിൽ സ്ട്രെങ്ത് ക്ലിയർ ആക്കുന്ന, ഇനി മുറിവുകളും പൊട്ടലുണ്ടെങ്കിൽ ഉണങ്ങാൻ കൂടെ സഹായിക്കുന്ന, ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ സഹായിക്കുന്ന കണ്ടന്റുകളൊക്കെ ഇതിനകത്തുണ്ട്. നാഗകേസരവും അതുപോലെ നമ്മളെ ഇത് അമൽത്താസ്, നമ്മളെ ഇതുണ്ടല്ലോ എന്നറിയാം, കണിക്കൊന്ന ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കണിക്കൊന്ന നമുക്കറിയാം ഇതിനകത്ത് ഉണ്ടാവുക, നമ്മളെ ലിവഗൈൻ്റെ അകത്ത് കണിക്കൊന്ന ഉണ്ട്. അപ്പോൾ ദഹന പ്രക്രിയ ക്ലിയർ ആക്കാനാണ് അതൊക്കെ ചേർത്തുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് മുറി ഉണങ്ങാനുള്ള സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു കണ്ടന്റ് ആണ് ലജ്ജാലു എന്ന് പറയും. ലജ്ജാലു എന്ന് പറഞ്ഞാൽ വേറെ ലജ്ജ ഉള്ള നമുക്കറിയാം, നമ്മളെ തൊട്ടാവാടി മുറി ഉണങ്ങാൻ സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ്. അതൊക്കെ ഇതിന് അതുപോലെ ഗന്ധ എന്ന് പറയുന്ന സാധനം, നല്ല ഗന്ധമുള്ള സാധനം നിങ്ങൾക്ക് അറിയാം. നല്ല ഗന്ധമുള്ള ഒരു പൂവുണ്ട്, നല്ല മണം, മൂക്കയിൽ കടിച്ചു കയറുന്ന മണമുള്ള ഒരു പൂവുണ്ടല്ലോ, ഇപ്പൊ ചെട്ടിപ്പൂവ്. അതെ, ഇപ്പൊ എന്തിൻ്റെ അകത്തുണ്ട്, നമ്മളെ ഓണത്തിനൊക്കെ പൂവിടാൻ വരുന്ന സമയത്ത് അതും കൊണ്ടുവരുന്നുണ്ട് ഇഷ്ടം പോലെ. ചെട്ടിപ്പൂവ് ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്, കണ്ടന്റ് ആണ്. അങ്ങനെയുള്ള കഞ്ഞെണ്ണി, അത് കർപ്പൂരം അടങ്ങിയിട്ട്, കർപ്പൂരം എന്ന് പറയുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ വരുന്ന കർപ്പൂരം ഒരു വെള്ള കളറുള്ള, എവിടെയെങ്കിലും വെച്ച് തീ കൊടുത്താൽ അത്രയും ഫാസ്റ്റ് ആയിട്ട് പാളി കത്തുന്ന കർപ്പൂരാണ്. അതല്ല യഥാർത്ഥ കർപ്പൂരം. കർപ്പൂരം 2 തരത്തിലുണ്ട്. ഒന്ന് ആർട്ടിഫിഷ്യൽ, അല്ലെങ്കിൽ നമ്മളെ പെട്രോളിയം പ്രൊഡക്റ്റ് ആയിട്ടുള്ള കർപ്പൂരം, അതാണ് നമ്മൾ സാധാരണ നമ്മളെ കടയിൽ നിന്ന് കിട്ടുന്ന കർപ്പൂരം, കത്തിക്കാൻ ഉപയോഗിക്കുന്ന കർപ്പൂരം. അതല്ല, ഒരു മരത്തിന്റെ കറയാണ്, അതായത് നാച്ചുറൽ ആയിട്ടുള്ള കർപ്പൂരം ഉണ്ട്, മരത്തിന്റെ കറയാണ് ആ കർപ്പൂരം. ആ കർപ്പൂരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറ്റേ കർപ്പൂരം അല്ല കേട്ടോ. അപ്പോ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് ആണെന്ത്, പൈൽസ് CC ടാബ്ലറ്റ്. അതിനോടൊപ്പം തന്നെ പൈൽസ് CCയുടെ ക്രീം ഉണ്ട്. ആ ക്രീമിന്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന്, നല്ല എന്താ പറയുക, മോഷന്റെ സമയത്ത് അല്ലെങ്കിൽ മലദ്വാരത്തിന്റെ എന്ത് ചെയ്യുക, അതിന് ഒരു ലൂസിങ് എഫക്ട്, ലൂസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും ഒരു ക്രീമി ലെവല്, ഒരു ഗ്രീസൊക്കെ ഇട്ട പോലെ തന്നെ ഒരു സ്മൂത്ത് ആയിട്ട് മല പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം ഇരിക്കുക. അതേപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ടിനെയും അണുബാധയെയും മുറിവിനെയൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന കണ്ടന്റ് ആണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും കോമ്പിനേഷൻ ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്, പൈൽസ് CCയും അതേപോലെ തന്നെ പൈൽസ് CC ടാബ്ലറ്റും അതേപോലെ പൈൽസ് CC ക്രീമും. അപ്പൊ ഇത് രണ്ടും കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കണം. ഒരു ചെറിയ തോതിലൊക്കെ അത്യാവശ്യം മലദ്വാരമൊക്കെ പുറത്തേക്ക് ചാടി വന്ന് പിന്നെ അങ്ങോട്ടൊക്കെ കയറ്റി പോകുക, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അല്ല,
ക്യാപ്ലറ്റും അല്ല, ടാബ്ലറ്റ് ആണ്, നമ്മുടെ ബട്ടൺ പോലെ ഉണ്ടാവും. അപ്പോൾ ഇതെന്ത് ചെയ്യാം, രാവിലെയും രാത്രി ഈ 2 വെച്ച് കഴിക്കാം. അങ്ങനെ കഴിക്കുന്ന ആളെ സംബന്ധിച്ച് 3 മാസം റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പൈൽസിന് കൃത്യമായ ശമനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടാക്കി തരുന്ന ഒരു പ്രൊഡക്റ്റാണ് പൈൽസ് CC ടാബ്ലറ്റ്. അതേപോലെ തന്നെ പൈൽസ് CC ക്രീം.